ഇന്നുണ്ടല്ലോ ഞാനിങ്ങനെ മടിയിടുന്ന ദിവസം റെഡിയാക്കുന്ന ഒരു ഈസി എഗ്ഗ് കറിയാണ് കേട്ടോ. നമ്മൾ ഇടുന്ന വേണ്ട ഇൻഗ്രീഡിയൻസ് അല്ല, അതായത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് പേസ്റ്റ് ആക്കും. നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് അതിന് ശേഷം ഈ നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കും. ഇപ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യുക. അതിന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഈ പേസ്റ്റ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് ഈ മുട്ട അതിലേക്ക് ഇടുക. മുട്ട ഓൾറെഡി ഞാൻ കുക്കറിൽ പുഴുങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് പരിപാടി. ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മേളുവശവും താഴെവശവും കട്ട് ചെയ്യും. എന്നിട്ട് ഈ കറുത്ത ഈ പാടുകളൊക്കെ ഉള്ള ഈ ഭാഗമല്ലേ, ഇത് ഞാനിങ്ങനെ ഒന്നാക്കിയിട്ട് ഈ മേളിലത്തെ ഈ ലെയർ അങ്ങ് കളയും. വെളുത്തുള്ളി ഒന്നാക്കണത്തില്ല, ഇങ്ങനെ എടുത്തിട്ട് നടുക്ക് കട്ട് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ പൊളിച്ചിട്ട് ഇങ്ങനെ തള്ളി എടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു, പെട്ടെന്ന് തീരും. നടുക്ക് കട്ട് ചെയ്താൽ മതി. പച്ചമുളക്, ഇഞ്ചി, 2 സവാള. ഇതിപ്പോ എനിക്ക് മാത്രം ഉണ്ടാക്കണേ, അതുകൊണ്ടാണ്. ഈ വെളുത്തുള്ളി എല്ലാ സാധനവും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനി ആദ്യം ക്രഷ് ചെയ്യണം, എന്നിട്ട് അടിക്കാം. സൂപ്പറായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ, സ്വല്പം. അപ്പൊ നല്ല കിടിലം പേസ്റ്റ് ആയിട്ടുണ്ട്. വേണമെങ്കിൽ തക്കാളിയും കൂടി ഇടാം കേട്ടോ. തക്കാളി ഇട്ടിട്ടില്ല. അപ്പൊ നല്ല പേസ്റ്റ് ഐ എം റിയലി സോറി. എൻ്റെ ഫോണിലേക്ക് ഞാൻ കുക്ക് ചെയ്യുന്ന ടൈമിൽ അങ്ങനെ ശ്രദ്ധിച്ചില്ലായിരുന്നു. എൻ്റെ സ്റ്റോറേജ് ഫുള്ളായിട്ട് ഞാൻ ബാക്കിയുള്ള ഫുട്ടേജൊന്നും കിട്ടിയില്ല. അതെൻ്റെ ശ്രദ്ധയിൽ പെട്ടത് ഞാനിത് എല്ലാം മൂടി വെച്ച് വേവിച്ചതിന് ശേഷമാണ്. അപ്പോൾ അതുവരെയുള്ളത് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ കടുക് പൊട്ടിച്ചു. അതിന് ശേഷം നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല. ഞാൻ ഉപയോഗിച്ചത് യൂണി ടേസ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ മീറ്റ് മസാലയാണ്. നല്ല പൊടിയാണ്, ഒരു കുത്തോ ചവയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല കളറും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, ഞാൻ വേറെ ഫിൽറ്ററൊന്നും ചേർത്തിട്ടില്ല, നോർമൽ കളറാണത്. അപ്പോൾ അതെല്ലാം കൂടി പൊടിയെല്ലാം ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചിട്ട് തുറന്ന ആ ഒരു സീനാണ് നിങ്ങൾ കാണുന്നത്. അത് തുറന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർക്കുക. ശർക്കര ഉണ്ടെങ്കിൽ അതായാലും മതി. ചേർത്ത് കൊടുത്തിട്ട് മുട്ടയും ചേർത്തിട്ട് ഒരു 10 മിനിറ്റും കൂടി അടച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി എഗ്ഗ് റോസ്റ്റ് റെഡിയായി. ഈസി ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും കേട്ടോ. മറ്റേത് നമ്മൾ സവാളയൊക്കെ വഴറ്റിയിട്ടൊക്കെ വേണ്ടേ. ഇത് വേറൊരു ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാം കേട്ടോ.